ഓക്കെ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കലാപകലുഷിതമാകാൻ തന്നെയല്ലേ സാധ്യത? കാരണം ഗോപകുമാർ പറഞ്ഞത് ശരിയാണ്, ഇന്നൊരു ട്രയൽ റണ്ണായിരുന്നു ഇന്ന്. ഇതായിരിക്കും വരും അതെ, ദിവസങ്ങളിൽ എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് SFI ക്രിമിനലുകൾ നൽകിയത്. തീർച്ചയായിട്ടും അതെ. അതായത് ഒരു കലാപത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടിട്ട് ഇവിടുത്തെ എല്ലാ മേഖലകളും, അതായത് വിദ്യാഭ്യാസ മേഖല, അതുപോലെ ഗവർണറുടെ അധികാരം, ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും സർവാധിപത്യം, പാർട്ടിയുടെ സർവാധിപത്യം അരക്കെട്ട് ഉറപ്പിക്കുക, അതിനാവശ്യമായ രീതിയിൽ ആ, എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതിന് സമര പരമ്പരകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ സമര പരമ്പരകൾ എന്നുള്ളത് ഇവരുടെ ഒരു ശൈലിയാണ്. അതിന് എങ്ങനെയൊക്കെ ആക്കം കൂട്ടാം, ഇതായിരിക്കും ഇനി നോക്കുക. മിക്കവാറും വിദ്യാഭ്യാസ രംഗത്തുള്ള സർവീസ് സംഘടനകൾ എല്ലാം തന്നെ ഇവർക്ക് പിന്തുണ കൊടുക്കേണ്ടി വരും. ട്രേഡ് യൂണിയനിസം അത്രമാത്രം ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടും ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഇതെല്ലാം വേണം, നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത്, ഈ പാർട്ടി ഭരണം എവിടെ വരെ എത്തിയിരിക്കുന്നു. ഈ SFIക്കാർ പഠിച്ച് നാളെ പാസ്സായി വന്നിട്ട് ഇവർക്ക് ജോലി കിട്ടേണ്ട ഒരു അവസരമാകുമ്പോഴത്തേക്കും ഇവിടുത്തെ അവസ്ഥ എന്താണ്? PSC പ്രവർത്തിക്കുന്നില്ല. PSC എന്ന് പറയുന്നത് ഇപ്പോൾ പരാലിസിസ് ചെയ്ത് അത് കിടത്തിയിരിക്കുകയാണ്. അതായത് ബോധം കെടുത്തി കിടത്തിയിരിക്കുക എന്നുള്ള അവിടെ പാർട്ടി ഓഫീസുകളുടെ റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ട് മാറുകയാണ്. താൽക്കാലിക നിയമനങ്ങളിലൂടെ ഇത്ര 1000 പേരെ നിയമിച്ചു എന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് 8642 പേരെ താൽക്കാലികമായി നിയമിച്ചു എന്നാണ്. ആ സമയത്ത് 46,000 പേര് PSC റാങ്ക് ലിസ്റ്റിൽ നിൽക്കുകയാണ്. അതിൽ 40,000 പേര് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു. എങ്കിലും ബാക്കി 6,000 നിൽക്കുമ്പോഴാണ് അവരെയും ഉപേക്ഷിച്ചുകൊണ്ട് 8642 പേരെ പാർട്ടി ഓഫീസ് വഴി സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റിയത്. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ ഓർക്കണം, ഇവിടെ സംവരണത്തെ കുറിച്ചൊക്കെ എത്ര ഘോരഘോരമായിട്ടാണ് ഈ ഇടതുപക്ഷം പറയുന്നത്. അതായത് OBC സംവരണം, SC സംവരണം, ST സംവരണം, ന്യൂനപക്ഷ സംവരണം, പിന്നെ OEC സംവരണം, ഇങ്ങനെ നിരവധിയായ സംവരണങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ താൽക്കാലിക നിയമനത്തിൽ എവിടെയെങ്കിലും സംവരണമുണ്ടോ? അപ്പൊ സംവരണ തത്വങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ പാർട്ടി ഭരണം എവിടെയൊക്കെ പോയിരിക്കുന്നു, ഏത് തലം വരെ എത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥ രംഗത്ത് 2019 ശേഷം ഇന്ന് വരെ ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും കൂടി ഓർക്കണം. അപ്പോൾ ഇത് ഒഴിവ് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് കരുതി നമ്മൾ കയറി ചെല്ലുന്ന ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ഏതെങ്കിലും കസേര ഒഴിഞ്ഞു കിടപ്പുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ പാർട്ടി റിക്രൂട്ട്മെന്റ് നടത്തി പുറമെ അതിൽ കൂടി അവിടെ എത്തുന്നുണ്ട്, അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ നിരവധി കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടി ഭരണ സംവിധാനത്തിലേക്ക് സംസ്ഥാന ഭരണത്തെ ചുരുക്കിയെടുക്കുകയും സംസ്ഥാന ഭരണത്തെ വെറും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ നിയമസഭയെയും ഇവിടുത്തെ ഗവർണറെയും ഇവിടുത്തെ നിയമങ്ങളെയും ഇവിടുത്തെ ചട്ടങ്ങളെയും വകുപ്പുകളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി നേരിട്ട് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ ഏകാധിപത്യം ജനാധിപത്യത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി നേരിട്ട് വന്ന് SFIക്കാർക്ക് നേതൃത്വം കൊടുത്തിടത്തുനിന്ന് ഒന്നുകൂടി നമ്മൾ വ്യക്തമാക്കുന്നത്. അതായത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി എന്തിന് ഭരണഘടന, എന്തിന് നിയമസഭ, എന്തിനാണ് ഇവിടെ കോടതി? അതുകൊണ്ട് കോടതി എന്ത് വിധിച്ചാലും ഇവര് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. കാരണം കോടതിയെയോ നിയമ സംവിധാനങ്ങളെയോ മാനിക്കുന്ന ഒരു സംസ്കാരം കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്ത് 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്നു. ലോക ഭൂപടത്തിന്റെ 1/3 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്നു. പക്ഷെ ഇന്ന് എവിടെയൊക്കെയാ ഉള്ളത്? ചൈനയിലും ക്യൂബയിലും കൊറിയയിലും പിന്നെ ഈ ഒരു പൊട്ടുപോലെ ഇവിടെ കേരളത്തിലും. എന്താ സംഭവിച്ചത്? ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെയുള്ള ഭരണ സംവിധാനങ്ങളെയും പാടെ അട്ടിമറിച്ചിട്ട് പാർട്ടിയുടെ ഏകാധിപത്യം അടിച്ചേൽപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം പാർട്ടി ഇല്ലാതായി. കേരളത്തിൽ മാത്രമല്ലല്ലോ, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് അത് തന്നെയല്ലേ? അവിടെയൊക്കെ 30-35 കൊല്ലം ഭരിച്ചതല്ലേ? അപ്പോൾ കേരളത്തില് ആസന്നമായിട്ടുള്ള മൃത്യുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടി. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അത് അവർക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ UAEക്കും പറക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ തങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തങ്ങൾ കട്ടുമോഷ്ടിച്ചുണ്ടാക്കിയത് മുഴുവൻ കൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂട്ടി വെച്ച് അവസാനം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അങ്ങോട്ട് ചേക്കേറിയതുപോലെ പോകാനുള്ള കാര്യം തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ ഒരു രോഗവുമില്ല, ഇത് വെറും അഭിനയമാണ്.
കട്ടുകൊണ്ടുപോയ പണം അവിടെ നിക്ഷേപിക്കാനുള്ള ആ സാവകാശം, അതിന് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, ആ സമയത്ത് അയാൾ അത് ചെയ്തിരിക്കും. കാരണം അത്ര ഭീകരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ നേർ അധികാരിയാണ് ഇന്ന് പിണറായി വിജയൻ. അത് തന്നെയാണ് ഇന്നിപ്പോ സർവകലാശാലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.